ഹലോ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബോർഡ് മാസ് ആണ്. ഓക്കെ, ബോർഡ് മാസ് നിങ്ങൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു പേരാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ പറ്റിയിട്ട് പഠിക്കാം. ബോർഡ് മാസ് അറിയാലോ, BODMAS. നമ്മുടെ അരിത്തമെറ്റിക് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഓർഡർ ആണ് ബോർഡ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇതാണ് നമ്മുടെ ബോർഡ് മാസിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ബി. ബോർഡ് മാസിന്റെ ഫസ്റ്റ് വൺ എന്താണ്? ബി ഫോർ എന്താണ്? ബ്രാക്കറ്റ്. ബി എന്ന് പറയുന്നത് എന്താണ്? 1 സെക്കൻഡ്. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്താണ്? ബ്രാക്കറ്റ് ആണ് അല്ലേ ബി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ആയിട്ട് 3 ബ്രാക്കറ്റ്സ് ആണ് ഉള്ളത്. 3 ബ്രാക്കറ്റ്സ് ഏതൊക്കെയാണ്? ദേ ഇതിലോട്ട് നോക്കിയേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ റൗണ്ട് ബ്രാക്കറ്റ്, പാരന്തസിസ് അല്ലേ, റൗണ്ട് ബ്രാക്കറ്റ് ആണ് ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് കേളി ബ്രേസസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്? നമ്മൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് പ്രിഫറൻസ് ഏതിന് കൊടുക്കണം? നമ്മുടെ ഈ പാരന്തസിസിന് കൊടുക്കുക ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, അതായത് ഇതിനകത്ത് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇത് വേണം ആദ്യം ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നമുക്ക് കേളി ബ്രേസസ്. സെക്കൻഡ് വൺ ഏതാണ്? കേളി ബ്രേസസ്. അടുത്തത് തേർഡ് ഏതാണ്? നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ്. നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ റൗണ്ട്, കേളി, പിന്നെ സ്ക്വയർ. അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും സോൾവ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. സോ ദാ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3 into 4 plus 2. ഓക്കെ, അപ്പൊ ഈ 4 plus 2 എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രാക്കറ്റിനകത്താണ് ഈ 4 plus 2 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ 4 plus 2 നെ നമ്മൾ ആദ്യം ചെയ്യണം. കാര്യം അത് ബ്രാക്കറ്റിനകത്താണ്. ഫസ്റ്റ് പ്രിഫറൻസ് ബ്രാക്കറ്റിനാണ്. സോ 4 plus 2 ചെയ്തിട്ട് നമുക്ക് 6 കിട്ടും. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോ 3 into 6 18 കിട്ടി. അത് മനസ്സിലായി. ബി ബ്രാക്കറ്റ്. സെക്കൻഡ് വൺ O ആണ്. O എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ അല്ലെങ്കിൽ ഇൻഡിസസ് ആണ്. ഓർഡർ അല്ലെങ്കിൽ ഇൻഡിസസ് ആണ്. അപ്പൊ ഓർഡറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഓർഡറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ദാ എക്സ്പോണൻസ് വരും അല്ലേ? എക്സ് സ്ക്വയർ, 2 raised to 3, പിന്നെ റൂട്ട്സ് വരും. അപ്പോൾ ഓർഡറിനകത്ത് എന്തൊക്കെ ആലോചിച്ച് വെക്കുക? എക്സ്പോണൻസും ആലോചിക്കുക, പിന്നെ റൂട്ട്സും ആലോചിക്കുക. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനെ പറ്റിയിട്ടാണ്? റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റൂട്ടിനെ സോൾവ് ചെയ്യുക, സ്ക്വയേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണന്റ് ടേംസ് ഒക്കെ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. അതിനാണ് സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓർഡർ അല്ലെങ്കിൽ ഇൻഡിസസിനാണ് സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ദാ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 5 plus 2 cube. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2 cube ആണ് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ 5 plus 2 cube എന്ന് പറയുന്നത് 8 ആണ്. 5 plus 8 ആൻസർ എത്ര കിട്ടി? 13 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി DMAS അറിയാം. DMAS എന്തൊക്കെയാണ്? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പൊ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ആ ഓർഡറിൽ നമുക്ക് ചെയ്യാം. ദാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12 divided by 4 into 3. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, 12 divided by 4 into 3. അപ്പൊ എങ്ങനെയാണ് ചെയ്യണേ? 12 divided by 4 into 3. അപ്പൊ ആദ്യം നമ്മൾ എന്തു ചെയ്യുന്നു? ഡിവിഷൻ ചെയ്യുന്നു. 12 divided by 4 എത്രയാണ്? 3 into 3. അപ്പോൾ എത്ര കിട്ടി ആൻസർ? 9. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ വരുന്നത് ആരൊക്കെയാണ്? അഡീഷനും സബ്ട്രാക്ഷനും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 plus 8 minus 3. 5 plus 8 എത്രയാണ്? 8 plus 5 13. 13 minus 3 which is equal to 10. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ്സ്, 3 ടൈപ്പ് ബ്രാക്കറ്റ്സ് ആലോചിക്കുക. പിന്നെ വരുന്നത് ഓർഡേഴ്സ്, അതിൽ സ്ക്വയർ എക്സ്പോണൻസും വരും, റൂട്ട്സും വരും. പിന്നെ വരുന്നത് ഏതാണ്? ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. ഓക്കെ ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം ഇത് കണ്ടോ, നമ്മുടെ റൗണ്ട് ബ്രാക്കറ്റ്സും സ്ക്വയർ ബ്രാക്കറ്റ്സും ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഓർഡർ ഓർമ്മയുണ്ടല്ലോ. ആദ്യം നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് ആണ് ചെയ്യാൻ, പിന്നെ നമ്മൾ കേളി ബ്രാക്കറ്റ്സ് ചെയ്യും, പിന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ചെയ്യും. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം റൗണ്ട് ബ്രാക്കറ്റ്സ് ഫോക്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. റൗണ്ട് ബ്രാക്കറ്റ്സിൽ എന്താണ്? 4 into 4 എത്രയാണ്? 16 minus 6. അപ്പോൾ ഇവിടെ 10 കിട്ടി. ഓക്കെ, ഇൻറ്റു 1/5 പ്ലസ്
ഇവിടെ കണ്ട അടുത്ത റൗണ്ട് ബ്രാക്കറ്റ് ആണ് 3 ഇൻറ്റു 2/3. ഈ 3യും 3യും ക്യാൻസൽ ആയി. അപ്പോൾ അവിടെ ആരാണുള്ളത്? 2 ബാലൻസ് ആയി അല്ലേ? എന്നിട്ട് ഡിവിഷൻ അടുത്ത സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ഹാഫ് അതുപോലെ എഴുതി, ഇൻറ്റു നെക്സ്റ്റ് റൗണ്ട് ബ്രാക്കറ്റ് ഏതാണ്? 1 + 3. 1 + 3 എന്ന് പറയുമ്പോൾ 4 ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നോക്കിയേ 10 ഇൻറ്റു 1/5. അപ്പോൾ 5 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ എന്നിട്ട് 2 ഇൻറ്റു 1 2 പ്ലസ് ഈ 2 അതുപോലെ എഴുതി 2. സോറി, ഇവിടെ ഡിവിഷൻ അല്ലേ? ഓക്കെ, ഇവിടെ ഡിവിഷൻ തന്നെയാണ്. ഡിവിഷൻ ഇവിടെ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാലോ. 2 2s are 4. 2 എഴുതി. ഓക്കെ ഫൈൻ. ഇനി എന്താണ്? അഡീഷനും ഉണ്ട് ഡിവിഷനും ഉണ്ട്. ആദ്യം നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ചെയ്യാൻ. അപ്പോൾ 2 പ്ലസ് ഇവിടെ 2 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 1. മനസ്സിലായോ? വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 3 കിട്ടി. ഫൈൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? 15 ഡിവൈഡഡ് ബൈ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട്, അത് കൂടാതെ അകത്ത് റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? റൗണ്ട് ബ്രാക്കറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് ഏത് ചെയ്യാം? റൗണ്ട് ബ്രാക്കറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 3 ഇൻറ്റു 5 മൈനസ് 5/6 മൈനസ് 1/2 ആണ്. 5/6 മൈനസ് 1/2 ആണ് ബ്രേസസിനകത്തുള്ളത്, സോറി റൗണ്ട് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. LCM എടുത്തും ചെയ്യാം. 10 മൈനസ് 6/12 വിച്ച് ഈസ് ഈക്വൽ ടു 4/12 വിച്ച് ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ, ഇവിടെ 1/3 എഴുതി. പിന്നെ ആരാണുള്ളത്? പ്ലസ് 1/2, പിന്നെ ഒരു ഹോൾ സ്ക്വയറും ഉണ്ട്. വീണ്ടും 15 ഡിവൈഡഡ് ബൈ, ഓക്കെ ബ്രാക്കറ്റിനകത്ത് നോക്കൂ എന്തൊക്കെയാണുള്ളത്? മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. ആദ്യം ഏത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? അപ്പൊ 3 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. അവിടെ 1 മാത്രമേ ഉള്ളൂ. പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ, ഇത് സോൾവ് ചെയ്യാം. ഏതാണ്? 1 പ്ലസ് 1/2 അല്ലേ? 1 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1/2, അതായത് 3/2. ഓക്കെ, 3/2ന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അതായത് എങ്ങനെ എഴുതാം? എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്? 15 ഡിവൈഡഡ് ബൈ 9/4. സിമ്പിൾ. ഓക്കെ, ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിപ്പോ 15/1 എന്ന് വിചാരിക്കുക. രണ്ട് ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ എഴുതിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുത്തിട്ട് സെക്കൻഡ് ഫ്രാക്ഷനെ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്ത് എഴുതും അല്ലേ? അപ്പൊ 9/4 എങ്ങനെയായി? 4/9 ആയി മാറി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ചില കുട്ടികൾക്ക് അത് ഡൗട്ട് കാണും. ഇപ്പോൾ A/B ഡിവൈഡഡ് ബൈ C/D എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? A/B എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ ആളെ തിരിച്ചെഴുതും. D/C ആക്കി എഴുതും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബേസിക്. അപ്പൊ എന്ത് പറ്റി ഇവിടെ? ഇവിടെ നമ്മുടെ ആൻസർ 60/9 കിട്ടി. അതായത് 20/3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബ്രാക്കറ്റ്സ് ആണല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. 2³ ബ്രാക്കറ്റിനകത്ത് ആദ്യം വരുന്നത് ആരാണ്? 3/4 ഇൻറ്റു 2/3. സിമ്പിൾ. ഇവിടെ 3യും 3യും ക്യാൻസൽ ആയി അല്ലേ? പിന്നെ 2/4 ഉള്ളൂ. 2 കൊണ്ട് ഈ 4നെ ക്യാൻസൽ ചെയ്തു. അപ്പൊ 1/2 ആയി. അവിടെ വെച്ച് തന്നെ അത് ക്യാൻസൽ ചെയ്തു. ഡിവിഷൻ ഇവിടെ ആരൊക്കെയാണ്? 1/2 പ്ലസ് 1/4. ആരാണ്? 1/2 പ്ലസ് 1/4, അതായത് 4 പ്ലസ് 2/8, 6/8, അതായത് 3/4. ഓക്കെ, അതിവിടെ എഴുതാം. 3/4. ഇനി ആരാണുള്ളത്? -5. ഓക്കെ, എന്ത് പറ്റി? 2³ ഇടയിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ടേ, അത് മിസ്സായി പോരുത്. ഓക്കെ, 2³ എന്ന് പറഞ്ഞാൽ ആരാണ്? 8 ആണ്. 8 നമുക്ക് അങ്ങനെ എഴുതാലോ. 8 പ്ലസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ രണ്ട് ഫ്രാക്ഷന്റെ ഡിവിഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ഫ്രാക്ഷൻ ഡിവിഷൻ വരുമ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷൻ 1/2നെ അതുപോലെ എഴുതുക, ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. 3/4 എന്തായി മാറി? 4/3 ആയി മാറി. അപ്പോ 2 ഇവിടെ 2 2s are 4 ക്യാൻസൽ ചെയ്തു. ആൻസർ എത്രയാണ്? 2/3. അപ്പൊ ഇവിടെ എന്താ എഴുതാം? അപ്പോ ഇവിടെ 2/3 ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. -5. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു അഡീഷനും ഉണ്ട് സബ്ട്രാക്ഷനും ഉണ്ട്. ആദ്യം എന്ത് ചെയ്യാം? അഡീഷൻ ചെയ്യാം അല്ലേ? നമുക്കിത് ഇങ്ങനെ എഴുതാം. 8 പ്ലസ് 2/3 -5. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ഫ്രാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. LCM എന്ന് പറയുന്നത് 3 ആണ്.
ഓക്കെ ഓക്കെ അപ്പോ 8/1 എന്തായി മാറും അതറിയാലോ. ഇപ്പോൾ 8/1 നമ്മുടെ ഡിനോമിനേറ്റർ 3 ആണ് ആവേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി, LCM മെത്തേഡ് 24/3. ഇപ്പോൾ 8/1 ആരായി, 24/3 പ്ലസ് 2/3 ഒരു മാറ്റവും ഇല്ല. ഇനി 5/1 ആരായി മാറി, 5/1ന്റെ ഡിനോമിനേറ്ററിൽ എന്താ വരിക, മോണ 3 അല്ലേ. അപ്പോൾ മേളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതെന്തായി മാറും, 15/3. അങ്ങനെ നമുക്ക് എല്ലാവരും ഡിനോമിനേറ്റർ സെയിം ആയി. ഓക്കെ, അപ്പോൾ 24 + 2 എത്രയാണ്, 26 - 15/3 വിച്ച് ഇസ് ഈക്വൽ ടു 26 - 15 എത്രയാണ്, 11/3. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ 3 ബ്രാക്കറ്റ്സും ഉണ്ട്. റൗണ്ട് ബ്രാക്കറ്റ്സും ഉണ്ട്, നമ്മുടെ കേളി ബ്രാക്കറ്റും ഉണ്ട്, നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട്. മൂന്നും കൂടെ ചേർന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചെയ്യാം. 100 ആദ്യമേ 10² 100 എന്ന് എഴുതി, -5 ഇൻറ്റു കേളി ആണേ 12 ഡിവൈഡഡ് ബൈ, അടുത്ത റൗണ്ട് ബ്രാക്കറ്റ് ആണ്, അതങ്ങ് സോൾവ് ചെയ്യാം. 3 + 1 ആണേ, അതിനെ അങ്ങ് 4 എന്ന് എഴുതാലോ. 4 വീണ്ടും കേളി പ്ലസ് 2³ അങ്ങ് 8 എന്ന് എഴുതി ഇൻറ്റു 1/2 സിമ്പിൾ വിച്ച് ഇസ് ഈക്വൽ ടു 100 - 5 ഇൻറ്റു കേളി ബ്രാക്കറ്റ് ചെയ്യാലോ. 12 ഡിവൈഡ് ബൈ 4 എത്രയാണ്, 3 3 + 8 ഇൻറ്റു 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 100 - ദാ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ അഡീഷൻ. ആദ്യം ഏത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ എന്തായി, 15 + 8 ആയി അല്ലേ, സോറി ഇൻറ്റു 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 100 - 15 + 8 എത്രയാണ്, 23 ഇൻറ്റു 1/2. ഓക്കെ നോക്കുക, ഇവിടെ സബ്ട്രാക്ഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ. ഇത് ആദ്യം സബ്ട്രാക്ട് ചെയ്ത് വെക്കരുത്, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാൻ. വിച്ച് ഇസ് ഈക്വൽ ടു 100 - 23 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 23 ഡിവൈഡ് ബൈ 2 അല്ലേ, എത്ര, 11.5. ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു 88.5. ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ എല്ലാ ബ്രാക്കറ്റ്സും ഉണ്ട് അല്ലേ. ഓക്കെ നമ്മുടെ റൂട്ടും ഒക്കെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. റൂട്ട് 100നെ ആദ്യമേ നമുക്ക് 10 എന്നങ്ങ് എഴുതാം. 10 പ്ലസ് കേളി ബ്രേസസ് ആണ് ഇടുക, 15 ഡിവൈഡഡ് ബൈ റൗണ്ട് ആണ് അല്ലേ, 5 - 2 3 എന്നങ്ങ് എഴുതാലോ. പിന്നെ കേളി ഇടുക, ബോക്സ് ബ്രാക്കറ്റ് ഇടുക, സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3/2 4 ഇൻറ്റു 3/2 2 2s are 4 2 3s are 6. ഓക്കെ അത് അവിടെ 6 ആണ്, അവിടെ കിടക്കട്ടെ. which is equal to 10 plus 15 divided by 3 എത്രയാണ്, 5 square ഇട്ടു minus 6 which is equal to 10 plus 5 ആണ്. 10 plus 5 എന്ന് പറയുമ്പോൾ 15. 15ന്റെ സ്ക്വയർ എത്രയാണ്, 225 അല്ലേ, 225 minus 6 which is equal to 290. Okay, simple.